അല്ലാഹുവിന്റെ ശാപവും മേടിച്ച് സ്വർഗത്തിന്റെ വെളിയിലോട്ട് പോയ ഇബ്ലീസ് എങ്ങോട്ടാണ് പോയതെന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ചോ? എവിടെയാണ് പോയത്? അവൻ എന്ത് ചെയ്യുന്നു? അവന് കുടുംബമുണ്ടോ? അവന് മക്കളുണ്ടോ? അവന്റെ പദ്ധതികൾ എന്താണ്? ഒരിക്കലെങ്കിലും നമ്മൾ പഠിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ? ഈ സദസ്സിൽ നിന്ന് വെറുതെ വാദം കേട്ടിട്ട് അതുപോലെ ഉറൂസും കണ്ടിട്ട് പോകാനുള്ളതല്ലല്ലോ. എന്തെങ്കിലുമൊക്കെ ഓരോ ഉറൂസും കടന്നു വരുമ്പോൾ പഠിക്കാനും കൂടി പറ്റണം. അല്ലാഹു തൗഫീഖ് തരുമാറാവട്ടെ. ഒരു ഇൽമ് ഒരു ദിവസം പഠിക്കുവാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അല്ലാഹു തൗഫീഖ് തരുമാറാവട്ടെ. ഇബ്ലീസ് സ്വർഗത്തിന്റെ വെളിയിലോട്ട് കടന്നു വന്നു. ഇബ്ലീസ് സ്വർഗത്തിന്റെ വെളിയിലോട്ട് കടന്നു വന്നു അള്ളാഹുവിന്റെ ശാപവും മേടിച്ചുകൊണ്ട്. നബിതങ്ങൾ അവിടുന്ന് പറഞ്ഞു അള്ളാഹുവിന്റെ ശാപം മേടിച്ചുകൊണ്ട് ഇബ്ലീസ് കടന്നു പോയത്. ഇന്ന ഇബ്ലീസ യദഉ അർശഹു അലൽ മാ. സ്വർഗത്തിന്റെ വെളിയിലോട്ട് കടന്നു വന്ന ഇബ്ലീസ് എങ്ങോട്ടാണ് കടന്നു പോയതെന്നറിയുമോ? അവിടുന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു തരികയാണ്, സ്വഹാബാ, സമുദ്രത്തിന്റെ ഒത്തമടുവിലോട്ടാണ് ഇബ്ലീസ് കടന്നു വന്നത്. സമുദ്രങ്ങളുടെ ഒത്തമടുവിലോട്ടാണ് ഇബ്ലീസ് കടന്നു വന്നത്. അവിടെ അവനൊരു സിംഹാസനം പണിതു. സ്വഹാബാ, അല്ലാഹുവിന്റെ അർശ് പോലത്തെ ഒരു സിംഹാസനം സമുദ്രങ്ങളുടെ ഒത്തമടുവിൽ അവൻ പണിതു. സ്വഹാബാ, ആ സിംഹാസനത്തിൽ എല്ലാ ദിവസവും അവനിരിക്കും. ആ സിംഹാസനത്തില് എല്ലാ ദിവസവും അവനിരിക്കും. എന്നിട്ട് തന്റെ കോടിക്കണക്കിന് അനുയായികൾക്ക് നിർദ്ദേശം കൊടുക്കും. ഇബ്ലീസിന് ലക്ഷക്കണക്കിനോ കോടിക്കണക്കിന് അനുയായികളുണ്ടോ? അവൻ പറഞ്ഞാലും കേൾക്കുന്ന അനുയായികളാണോ? അവൻ എന്തു പറഞ്ഞാലും കേൾക്കുന്ന അനുയായികളാണോ? അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു തരികയാണ്, ഒരു ദിവസം എല്ലാ ദിവസവും അവൻ എന്റെ അനുയായികളെ അരികിലോട്ട് വിളിക്കും. എല്ലാ ദിവസവും തന്റെ അനുയായികളെ അരികിലോട്ട് വിളിക്കും. എന്നിട്ട് ഒരുപാട് നിർദ്ദേശങ്ങൾ കൊടുക്കും. സ്വഹാബാ, ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കും. ആ ഉപദേശങ്ങളുമായിട്ടാണ് അവന്റെ പരിവാരങ്ങള് മനുഷ്യനെ വഴിപഴപ്പിക്കുവാൻ വേണ്ടി കടന്നു പോകുന്നതെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് യബ്അസു സറായാഹു ഫീ കുല്ലി യൗമിൻ യഫ്തിനൂന അന്നാസ്. അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് പറഞ്ഞു തരികയാണ്, എല്ലാ ദിവസവും പരിവാരങ്ങളെ അവൻ അയക്കും. സ്വഹാബാ, എന്തിനാണ് അവൻ തന്റെ പരിവാരങ്ങളെ അയക്കുന്നത്? എന്തിനാണ് തന്റെ അനുയായികളെ ലോകത്തിന്റെ നാനാ ദിക്കുകളിലോട്ട് അയക്കുന്നത്? സ്വഹാബത്ത് ചോദിച്ചു, നബിയേ, ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനം എന്താണ് നബിയേ? ഇബ്ലീസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പ്രവർത്തനം എന്താണ് നബിയേ? അവിടൊന്ന് പറഞ്ഞു, സ്വഹാബാ, ജനങ്ങളുടെ ഇടയിൽ ഫിത്ന ഉണ്ടാക്കുന്നതാണ് ഇബ്ലീസിന് വലിയ ഇഷ്ടം. സന്തോഷത്തോടെ സാഹോദര്യത്തോടെ സ്വന്തം രാഷ്ട്രീയ നിലപാടുകളും സ്വന്തം സംഘടന നിലപാടുകളും മാറ്റിവെച്ച് സാഹോദര്യത്തോടെ മുന്നോട്ട് പോകുന്ന നാടുകളിൽ കലഹമുണ്ടാക്കലാണോ? നാട്ടിൽ ഛിദ്രതയുണ്ടാക്കലാണോ? ഭിന്നതയുണ്ടാക്കലാണോ ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനമെന്നോ? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫിത്ന ഉണ്ടാക്കലാണ് ഇബ്ലീസിന് ഏറ്റവും വലിയ ഇഷ്ടമുള്ള കാര്യം, വേറൊന്നുമല്ല. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, നബിയെ, ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടമുള്ള അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, അല്ലാഹു പടച്ചയച്ച ഇബ്ലീസ്, അല്ലാഹുവിന്റെ ശാപം പേറിയ ഇബ്ലീസ്, ആ ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനം വേറൊന്നുമല്ല, ഇഫ്തിനൂന അന്നാസ്, ജനങ്ങളുടെ ഇടയിൽ ഫിത്ന ഉണ്ടാക്കുക. നല്ല രീതിയിൽ നീലേശ്വരം കോട്ടപ്പുറം മഹല്ല് സംഘടനാ പക്ഷപാതിത്വമില്ല, ഒരു രാഷ്ട്രീയ നിലപാടുകളില്ല, അങ്ങനെയൊന്നുമില്ല. എല്ലാവരെയും ഒരുമിച്ച് കണ്ട് ഒരുമയോടെ സാഹോദര്യത്തോടെ ഐക്യത്തോടെ പോകുന്ന മഹല്ലാണെങ്കിൽ അല്ലാഹു അങ്ങനെ തന്നെ ആക്കുമാറാകട്ടെ. അങ്ങനെ പോകുന്നൊരു ആ മഹല്ലിലോട്ട് ഇബ്ലീസ് കടന്നു വരും, നേരിട്ട് കടന്നു വരും.
രണ്ടുപേരെയും രണ്ട് ചേരിയാക്കുക. ഇത് അള്ളാന്റെ റസൂല് പറഞ്ഞ ഒരു സത്യമാണ്. കാരണം അള്ളാഹുവിന്റെ സഹായം ഒരു